നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരത്തിലൊരു സൗഹൃദമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം. അവർക്ക് ഫാൻ പേജ് വരെ ഉണ്ട്, ഹാഷ്ടാഗുകളുണ്ട്. അവരുടെ ഒരു സൗഹൃദം നമുക്ക് എപ്പോഴും ശ്രദ്ധേയമാണ്. ഇപ്പോൾ പറയാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലി സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഇറ്റലി പ്രധാനമന്ത്രിക്ക് വേണ്ടി മെലഡിയുടെ ഒരു പാക്കറ്റ് മുട്ടായിയൊക്കെ കൊണ്ടുകൊടുത്തു. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന അവരുടെ ഫാൻസ് വലിയ ആഘോഷത്തിലാണ്. അങ്ങനെ ഇറ്റലി സന്ദർശനമൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. പാർലയുടെ മെലഡി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ പാർലെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റില്. അതിന്റെ ഷെയർ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പക്ഷെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ആ പാർലയുടെ അല്ല ഈ മിഠായി. ഈ പാർലെ പിന്നെ ഷെയർ മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥാപനവും. അതിന്റെ ഒരു ഇമ്പാക്ട് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത് അന്നൊരിക്കല് പ്രധാനമന്ത്രി ഒരു സന്യസിക്കാൻ ഒരു ഗുഹയിൽ പോയി, പിന്നീട് ആ ഗുഹയിലോട്ട് വലിയ ഒഴുക്കായിരുന്നു സന്ദർശകരുടെ. ഇമ്പാക്ട് വലുത് തന്നെയാണ്. പ്രത്യേകിച്ച് മോദിന്റെ ഒരു ഇമ്പാക്ട് അത് ലോക നേതാക്കൾ. അദ്ദേഹം പറഞ്ഞ നമ്മൾ എണ്ണയുടെ കാര്യത്തില് കുറച്ച് നിയന്ത്രണം വരുത്തണം. എത്ര പേരാണ്, എത്ര ഡിപ്പാർട്ട്മെന്റുകളാണ്, എത്ര സ്ഥാപനങ്ങളാണ് നടപ്പാക്കിയെന്നറിയോ? ടൂറിസം ഏജൻസികൾ തന്നെ വിദേശത്തേക്ക്, ഇപ്പൊ തായ്ലാന്റിലേക്കും ഒക്കെയുള്ള ബുക്കിംഗ് ഒക്കെ നിർത്തിവെച്ചു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. രാഹുൽ ഗാന്ധി പറയുന്നതല്ല, ഇദ്ദേഹം പറയുന്നതാണ് ജനങ്ങളെല്ലാം അനുസരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോടുള്ള വെറുപ്പിന്റെ കാര്യവും ഇദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ അനാവശ്യമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെയും കോൺഗ്രസിന്റെയും പരാജയത്തിന്റെ പ്രധാന കാരണം അവിടെ നല്ല കാര്യങ്ങളെ ശശി തരൂരിനെ പോലെ പിന്താങ്ങാനുള്ള ഒരു സദ്ഗുണം ഇദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാജയം. അല്ലെങ്കിൽ BJP ഇത്രയും വളരുകയില്ലായിരുന്നു. നമ്മുടെ മാറ്ററിലേക്ക് വന്നാൽ അപ്പോൾ അവരുടെ സന്ദർശനമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് മോദിക്ക് നേരെ ഇറ്റലിയിൽ നിന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരം എന്താണ്? ആ സംഭവം സാർ, ഹെല്ലെ ലൈങ് എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തക, ആ പേരിൽ തന്നെയുണ്ട് വാട്ട് ഷീ ഈസ് ഡൂയിങ്. ലൈങ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളം പറയുക. അതാണ് സംഭവം. ഷീ ഈസ് ലൈങ്. ഈ ചില മാധ്യമപ്രവർത്തകരുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട് അതുപോലെ. മേക്കിംഗ് ദെയർ പ്രസൻസ് ഫെൽറ്റ്. ആൻസിയും പഠിച്ചതാണല്ലോ മാധ്യമപ്രവർത്തനം. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ നേരെ ചോദിച്ച് നേരെ പറയുക, അല്ലേ? ബേസിക്കലി ദാറ്റ്സ് അവർ ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി, ഇല്ലേ? ജനങ്ങൾക്ക് നേരി പറഞ്ഞു കൊടുക്കുക. എന്നാൽ ചിലർ നേരി പറയുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ പേര് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് മേക്കിംഗ് ദെയർ പ്രസൻസ് ഫെൽറ്റ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലായാലും പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനത്തിലായാലും ദേശീയ നേതാക്കളുടെ പത്രസമ്മേളനത്തിലായാലും സമയം കൊല്ലാൻ വേണ്ടി വെറുതെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പത്രക്കാർ തന്നെ പറയണ്ടേ, ഹീസ് മേക്കിംഗ് ഹിസ് പ്രസൻസ് ഫെൽറ്റ്. മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് വളരെ ദേഷ്യവുമാണ്. അപ്പോൾ ഇത് ഞാനൊരു ദേശീയ തലത്തിലും ഒക്കെ മാധ്യമ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പത്രസമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളെന്നുള്ളതിനെ കാണുന്നത്. അവിടെ ഇരുന്ന് അനാവശ്യമായിട്ട് ഇറലവൻറ്റുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ റെലവൻ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ മാധ്യമപ്രവർത്തകർക്ക് അവസരം കിട്ടുക. എല്ലാവരും കൂടെ കയറി ചോദിക്കുക. ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്. അന്ന് TV ഇല്ലായിരുന്നു. TVയും കൂടെ വന്നപ്പോഴത്തേക്ക് ബഹളം, ക്യാമറക്കാർ തമ്മിലുള്ള അടി പോലെ വാട്ടി വേറെ എങ്ങുമില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാം, അങ്ങോട്ട് പോകാം. നമ്മൾ പത്രസമ്മേളനക്കാർക്ക് ഏഴെന്ന് പറയുമ്പോൾ ഇവിടെ കിടന്ന് ചന്തയിലെ പോലെ തല്ലുകൂടിയാണ് മാധ്യമപ്രവർത്തകർ തന്നെ നാണക്കേടാ. ക്യാമറ വെക്കാൻ വേണ്ടി തള്ളോട് അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞ് ഈ അസംബ്ലിയിലൊക്കെ നടക്കുന്ന ബഹളത്തെ കോൺഗ്രസ്സുകാർ തമ്മിൽ ഈ മുഖ്യമന്ത്രി പദത്തിന് നടത്തിയ ബഹളത്തേക്കാൾ വലിയ ബഹളം. ഫോട്ടോഷൂട്ടിന് കയറാൻ വേണ്ടി കോൺഗ്രസ്സുമാർ തമ്മിൽ തല്ലിയടിച്ചിട്ടുണ്ട്. അതിനേക്കാളും പോയത് സദ്യക്ക് പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞ് തല്ലുകൂടുന്നതിനേക്കാൾ വലിയ തല്ലുകൂടൽ നാണക്കേട്. പത്രക്കാർക്ക് തന്നെ നാണക്കേടാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പഴയ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളത് എൻ്റെ അറിയാം. ഇവിടെ ഇതേ കാണിച്ചുള്ളൂ. ഹെല്ല ലൈങ് എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകർ, അവർക്കൊന്നും ആളാവണം. നമുക്കറിയാം, പണ്ട് മൊറാർജി ദേശായി അവിടെ അമേരിക്കയിൽ പോയപ്പോൾ ഏറ്റവും കുസൃതിക്കാരായ പത്രപ്രവർത്തകരുള്ളത് അവിടെയാണ്. അപ്പോൾ വാഷിങ്ടൺ പ്രസ് എന്ന് പറയുന്നത് പ്രത്യേക പ്രസ്സാണ്, അവർക്ക് വലിയ ഗമയാണ്. അപ്പോൾ ഈ 81 വയസ്സോ മറ്റോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്, മൊറാർജി ദേശായി പ്രധാനമന്ത്രി. ഹൗ ഈസ് യുവർ ഹണിമൂൺ? 18 വയസ്സൊക്കെ കണ്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഹണിമൂൺ പ്രായമല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും എന്നാണ് മൊറാർജി ദേശായി പറഞ്ഞത്. ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ അലൗഡാണ്. അതുകൊണ്ടാണ് പത്രസ്വാതന്ത്ര്യത്തിൽ അവർ ഒന്നാമത് നിൽക്കുന്ന ഒന്നാം സ്ഥാനം എന്നൊക്കെ പറയുന്നത്.
നമ്മുടെ സൊസൈറ്റി അങ്ങനല്ല, കുറച്ചുകൂടെ സിവിലൈസ്ഡാണ്. ഈ അനാവശ്യ ചോദ്യങ്ങൾ പ്രായമാർക്ക് നേരെ ചോദിക്കുന്നതിനൊക്കെ നമ്മളൊരു മര്യാദയുടെ പേരിൽ, അതൊരു നിയന്ത്രണമേ അല്ല, സാമൂഹ്യ സദാചാര മര്യാദകൾ, അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അന്തസ്സുള്ളവർ, അന്തസ്സില്ലാത്തവർ ചോദിക്കും. അതുപോലെ തന്നെ അമേരിക്ക, അതുപോലെ തന്നെ ഈ നോർവേയാണ് ലോകത്തിലെ പത്രസ്വാതന്ത്ര്യത്തിൽ ഒന്നാമതിക്കുന്നത്. എന്താ കാര്യം? ഏത് നഗ്ന ഫോട്ടോയും നടുപ്പേജിൽ അവർക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഛേ എന്ന് പറയത്തില്ലേ, മ്ലേച്ഛം എന്ന് പറയത്തില്ലേ? അതാണ് അവിടുത്തെ ഈ പ്രസ് സ്വാതന്ത്ര്യം. അവരൊന്നാമത് നിൽക്കുന്നത്, നമ്മൾ ലാസ്റ്റ്. നമ്മുടെ രാജ്യത്ത് ഇതിനൊന്നും വലിയ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഫണ്ടമെൻ്റലായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ 19(1)(a) അതാണ് നമ്മുടെ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരം. അതെന്താ പറയുന്നത്? ഏതൊരു പൗരനും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം. അതിനപ്പുറം ഒന്നുമില്ല. എനിക്കും ആൻസിക്കുമുള്ള അതേ സ്വാതന്ത്ര്യം, അതാണ് മാധ്യമപ്രവർത്തകർ. അഭിപ്രായം പ്രകടിപ്പിക്കാൻ അബുദാബിയിൽ ഇത് പറ്റുമോ? ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇത് പറ്റുമോ? ചൈനയിൽ പറ്റുമോ? ഇല്ല. എന്നിട്ട് ഈ ഹെല്ല ലൈയിങ് എന്ന് പറയുന്ന സ്ത്രീ അവരുടെ എക്സ് ഹാൻഡിലിൽ ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഓസ്ലോയിലെ അതായത് നോർവേയിലെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ അറിയാം, ചൈനയെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. ഒരു പത്രം നടത്താൻ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യയിൽ ഏത് വ്യക്തിക്കും സ്വന്തമായിട്ട് പത്രം തുടങ്ങാം, സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാം, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാം. അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചാൽ മതി, രജിസ്റ്റർ ചെയ്യുക. ചൈനയിലുണ്ടോ അതിന് സ്വാതന്ത്ര്യം? അറേബ്യൻ രാജ്യങ്ങളിലുണ്ടോ? ഇറാനിലുണ്ടോ? ഇറാഖിലുണ്ടോ? എവിടെയാണ് ഉള്ളത്? അക്കാര്യത്തിലെ തിളങ്ങുന്ന ഉദാഹരണമാണ് ഇവിടെ. നമുക്ക് അഭിപ്രായം തെരുവിലിറങ്ങി മോദിയെ തേറി പറയുന്നവരില്ലേ? കള്ളു കുടിച്ചിട്ട് മോദിയെ ചീത്ത പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. നാഴികയ്ക്ക് 40 വട്ടം രാഹുൽ ഗാന്ധി മോദിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? രാജ്യവിരുദ്ധനാണെന്ന് വരെ പറഞ്ഞു, ദേശവിരുദ്ധനാണെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? പോലീസ് വന്ന് ചോദ്യം ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം കുറച്ച് മോശമായത്. അതായത് പിണറായി വിജയൻ പോയപ്പോൾ ഒരു കരിങ്കൊടി പിടിച്ചു, ആടി പൂശി. അതിലൊരാളാണ് A.D. തോമസ്, ആലപ്പുഴയിൽ നിന്ന് MLA ആയിട്ട് ജയിച്ചത്. മനസ്സിലായില്ലേ? ആ A.D. തോമസ്, ആ ഓർമ്മ, അത് പിണറായി വിജയൻ്റെ കാലത്ത് കുറച്ച് അതിന് ഭംഗം. സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചിലപ്പോൾ ഭംഗം വരുത്തും. തൃണമൂൽ ബംഗാളിൽ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. പക്ഷേ ഇന്ത്യയിൽ പൊതുവേ ദേശീയ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ മോദിയെ ചീത്ത പറയാൻ നിങ്ങൾക്ക്, അമിത്ഷായെ ചീത്ത പറയാം, എന്തെല്ലാമാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ പിണറായി വിജയൻ വയറേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ വന്ന് അമിത്ഷാ പ്രസംഗിച്ച് എനിക്ക് വയറ് മാത്രമേ ഉള്ളൂ, ചള്ളവയറ് മാത്രമേ ഉള്ളൂ, സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് കളിയാക്കിയത്. എന്തെങ്കിലും നടപടിയുണ്ടോ? ഈ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(a) നൽകുന്നതാണ്. അത് മതി നമുക്ക്. അല്ലാതെ പൂർണ്ണ നഗ്നയായിട്ട് നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രമിടാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുണ്ടോ? വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലിന് പറ്റിയ അനുഭവങ്ങളും മോദിയോടുള്ള മോഡലിന്റെ ആ ഒരു ചോദ്യം, അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യമായിരുന്നു. അവർ ചോദിച്ച ചോദ്യം ഇതാണ്. അവർ സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, കോൺക്രീറ്റ് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. വൈ ഡോണ്ട് യു ടേക്ക് സം ക്യൂസ് ഫ്രം ദി ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഫ്രീയസ്റ്റ് പ്രസ് ഇൻ ദ വേൾഡ്? അവരുടെയാണ് നമ്പർ 1 അടയാളപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രീഡത്തിനെ അവരെങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ മകുടോദാഹരണമാണ് അവരുടെ ചോദ്യം. ഇങ്ങനെയാണോ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടുത്തെ അതിഥിയായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം? എന്നിട്ട് അവരുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ബോധം പാമ്പിന് മകുടി ഊതുന്ന ആളുടെയൊക്കെ ചിത്രമിട്ടാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് പെട്രോൾ പമ്പിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ, അത് പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ ആ പൈപ്പ് പുറത്തേക്ക് വരുന്നതിനെ പാമ്പായിട്ടും കാണിച്ചിരിക്കുന്നു. എന്തൊരു ഭാവനാശൂന്യതയാണ്! നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾ ഇതിനേക്കാളൊക്കെ എത്രയോ ഭാവനയുള്ളവരാണ് എന്നുള്ള പടവും ഇട്ടുകൊണ്ട്. പക്ഷേ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം അവർ സാധിച്ചു. എക്സ്പോസ്റ്റിൽ അവരുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 400ആണ്. മോദിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വെട്ടിച്ചോദ്യം, അത് ഞാൻ പറയും, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതല്ലേ ഞാൻ പറയും, വെട്ടിച്ചോദ്യം. ഇൻ്റലിജൻ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ് മാധ്യമപ്രവർത്തകർ അഭിരമിക്കേണ്ടത്. ഈ വെട്ടിച്ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അവരുടെ പോസ്റ്റിൻ്റെ റേറ്റിംഗ് 45,000 ഉയർന്നു. മോദി ഒന്നും മിണ്ടാതെ മാന്യനായിട്ട് പോയി. മാന്യന്മാർക്ക് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചാവും ഇവളുടെ മുതലെടുപ്പ്. അതുകൊണ്ട് മോദി മര്യാദയ്ക്ക് പോയി. അനാവശ്യമായിട്ട് ഈ സത്യം പറയും, മോദിയുടെ എത്രയാണെന്നറിയാമോ? പോസ്റ്റിലെ റേറ്റിംഗ് എന്ന് പറയുന്നത്
അറിയാമോ? എനിക്കറിയാം. Millions 100 million ആണ്. അതെ 100 million എന്ന് പറഞ്ഞാൽ അതെ 100 കോടിയുടെയും 10 ഇരട്ടി അല്ലേ? അത്രേ. ഇവളുടേത് വെറും 400. ഈ മോദിയോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇവളുടേത് ഉയർന്നു 45,000 ഉയർന്നു. അങ്ങനെ തന്നെയാണ് മെലഡി ബിസ്ക്കറ്റ്, മെലഡിയുടെ മിഠായി കൊണ്ടുപോയി ജോർജ് മെലനിക്ക് കൊടുത്തപ്പോൾ ഇയാൾ പിന്നെ ഷെയർ മാർക്കറ്റ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പാർലെ എന്ന് പറയുന്ന അതേ പേരിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആ ഷെയർ മാർക്കറ്റിൽ കുതിപ്പ് ഭയങ്കരമായിട്ട് ഉയർന്നു. അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോകാരാധ്യനായിട്ടുള്ള നേതാവാണ് നരേന്ദ്രമോദി. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഇവളെ ആളാവാൻ നോക്കി. അതാണ് മേക്കിംഗ് ഹർ പ്രസൻസ് ഫെൽറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ചോദ്യത്തിൻ്റെ വില. എന്നിട്ട് മാന്യരായ ഓസ്ലോയിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഇവളുടെ കള്ളികൾ പുറത്തു കൊണ്ടുവന്നു. ഇവള് ചൈനയുടെ സ്പൈ ഏജന്റാണെന്ന് വ്യക്തമായിട്ട് അവർ തന്നെ പറഞ്ഞു. അവർ കണ്ടുപിടിച്ചു. ചൈനയ്ക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന പെണ്ണാണിതെന്ന് അവർ പറഞ്ഞു. മാധ്യമപ്രവർത്തകരല്ല. ഇങ്ങനെയുള്ള സംശയകരമായ വ്യക്തിത്വമുള്ളവർക്കും അവിടെ മോദിയുടെ മുമ്പിലെത്തി ചോദ്യം ചോദിക്കുക. അതാണ് സ്വാതന്ത്ര്യം. അത് ശരിയായ സ്വാതന്ത്ര്യമാണോ? നമ്മളെ കണ്ടതല്ലേ എങ്ങനെയാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്? പത്രപ്രവർത്തകരാണെന്നും പറഞ്ഞ് എന്നാണ് മാരക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ച മാലയിട്ട് അദ്ദേഹത്തിനെ കഷണങ്ങളായിട്ട് ചിതറിപ്പിച്ചത്. അവരെ എന്തൊരു ക്രൂരതയാണ്! അത്തരം ഒരു സ്ത്രീയാണ് ഇവർ. മോദിയുടെ ആ വ്യക്തിത്വത്തെ ചൈനയുടെ ഒറ്റ പണത്തിന് വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടി അതിൻ്റെ തിളക്കം കെടുത്താൻ ശ്രമിച്ച വൃത്തികെട്ട മാധ്യമപ്രവർത്തക എന്ന് പറയാൻ കൊള്ളാത്ത ഒരു സ്ത്രീ. അവളുടെ പേരാണ് ഹെല്ലി ലൈങ്. ഹെല്ലി വിൽ ആൾവേസ് ബി ലൈങ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുക എന്ന അർത്ഥത്തില്ല, കിടക്കുക എന്നൊരു അർത്ഥം കൊണ്ടുണ്ട്. ദൈവമേ, ഞാനത് പറഞ്ഞിട്ടില്ല. കള്ളം പറയുന്നവളാണ് ഹെല്ലി ലൈങ്. അങ്ങനെയാണ് നമ്മൾ അവരുടെ പേരിപ്പോൾ അറിയാൻ ഇടയായിട്ടുണ്ട്. എന്നിട്ടോ മലയാളിയുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരനായ CB ജോർജ് ഇങ്ങ് വിളിച്ചു. ചേച്ചി ഇങ്ങ് വരൂ എന്ന് പറഞ്ഞു. ഓഫീസിൽ പറഞ്ഞു, നിങ്ങൾ ഈ മകുടി ഊതുന്നതൊക്കെയാണല്ലോ ഇന്ത്യയുടെ സംസ്കാരമായിട്ട് കണ്ടത്. നിങ്ങൾ ഈ സൈന്ധവ സംസ്കാരം എന്താണെന്ന് പഠിക്കൂ. നിങ്ങളൊക്കെ കാടന്മാരായിട്ട് വനത്തിൽ വേട്ടയാടി നടന്നിരുന്ന കാലത്ത് പശുവിനെ കറന്ന് പാല് കുടിച്ചിരുന്നവരാണ് ഞങ്ങൾ. പശുവിനെ വളർത്തിയിരുന്നവരെ. നിങ്ങളൊക്കെ ഈ വൃത്തികെട്ട പരിസരങ്ങളിൽ കിടന്ന് പുഴുക്കളെ പോലെ നുരച്ചപ്പോൾ ഓവുചാലുകളുള്ള നഗരങ്ങൾ പണിഞ്ഞ് അവിടെ 5000 വർഷങ്ങൾക്ക് മുമ്പ് നാഗരികത എന്താണെന്ന് കാണിച്ചു കൊടുത്തവരാണ് ഞങ്ങൾ. എല്ലാവിധത്തിലുള്ള മാംസാഹാരങ്ങളിൽ നിന്നും മുക്തമായി ഏറ്റവും പരിഷ്കൃത രൂപമായ ആഹാരമായ വെജിറ്റേറിയനിസത്തിൻ്റെ ഉന്നതിയിലേക്ക് കടന്നവരാണ് ഞങ്ങൾ. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കൂ. ഒരു മൃഗത്തെയല്ല, ഒരു ജന്തുവിനെ പോലും കൊല്ലരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച അഹിംസാ സിദ്ധാന്തം ജനിച്ച നാട്. ബുദ്ധമതവും ജൈനമതവും അതുപോലെ ഹൈന്ദവികതയും ഉണ്ടായ നാട്. ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് ഉള്ളതാണ് ഞങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഈ മാധ്യമ സ്വാതന്ത്ര്യമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ജനാധിപത്യം ഗ്രീസിലുണ്ടാവുന്നതിന് മുമ്പേ അതുണ്ടായത് തമിഴ്നാട്ടിലെ ഒരു ജനപദത്തിലാണ്. അത് മോദി പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട. നിങ്ങൾ ഇന്ത്യയെപ്പറ്റി മര്യാദയ്ക്ക് പഠിക്കാൻ വേണ്ടുന്ന പുസ്തകങ്ങൾ ഞാൻ തരാം. അത് പഠിച്ചിട്ട് വേണം ഈ മാതിരി വിവരക്കേടുകളൊക്കെ ചോദിക്കാൻ വേണ്ടി. ഇത്രേ പറഞ്ഞുള്ളൂ. അവൾ നിശബ്ദയായി മിണ്ടാകും. ഇതാണ് സംഭവം. അതാണ് ഒരു മറ്റു രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു അസ്വാഭാവികമായി ചോദ്യമുയർന്നു. പക്ഷേ കൃത്യമായ മറുപടി മോദി അതുപോലെ തന്നെ വേണ്ടുന്നവരൊക്കെ ഇന്ത്യക്കാരൊക്കെ നൽകുന്നു അല്ലേ? അപ്പോൾ ഈ സംഭവം ക്രോഡീകരിക്കാറായല്ലോ അല്ലേ? അതെ അതെ. നമുക്ക് അവസാനം സമയം കഴിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ വഷളാവരുത്. മാധ്യമപ്രവർത്തനം പവിത്രമായ ഒരു തൊഴിലാണ്. അതിൻ്റെ പവിത്രതയും ഉത്തരവാദിത്വവും ഇതുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി ഇവിടെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അനാവശ്യ ചോദ്യങ്ങൾ പോവുക, സൗജന്യ യാത്രകൾ പോവുക. എനിക്ക് പ്രധാനമന്ത്രിയുടെ കൂടി ഇരുന്ന കണ്ടോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണിക്കും. ഇതല്ല, പ്രധാനമന്ത്രിയിൽ നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഗൗരവമേറിയ ചോദ്യങ്ങൾ ചോദിക്കുക.
നരേന്ദ്രമോദി നേടുന്ന ഒരു വശത്ത് വിമർശനം, ഒരു വശത്ത് സൗജന്യമായിട്ട് വിദേശയാത്ര നടത്താം. അതിൽ ഒന്നാന്തരം മുന്തിയ മദ്യവും കിട്ടും. ഇന്ത്യക്ക് അതിനുവേണ്ടി കടിപിടി കൂട്ടും. അത് നാണക്കേട് ഉണ്ടാക്കും മോദിക്ക്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട്. മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാറില്ല അദ്ദേഹം. ഇപ്പൊ മൻ കി ബാത്തിലൂടെ അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നെന്ന് പറഞ്ഞ് ആവശ്യമുള്ളപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. അല്ലാതെ ഒരു മാധ്യമപ്രവർത്തകർ എപ്പോഴും സംസാരിക്കും. അങ്ങനെ ഒരു പ്രവണത മറുപടി പറയാൻ അറിയാൻ മൈൻഡല്ല. പക്ഷെ തരംതാണ മാധ്യമപ്രവർത്തകരും നല്ല മാധ്യമപ്രവർത്തകരുണ്ട്. ആ കൂട്ടത്തിൽ തരംതാണ മാധ്യമപ്രവർത്തകരും ഉണ്ട്. പക്ഷെ അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കാറുണ്ടല്ലോ. കൊടുക്കാറുണ്ട്. മൻ കി ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ സ്പീച്ച് എന്നും പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. അതൊരു തുല്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അത് വൺ വേ റേഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ മാധ്യമങ്ങൾക്ക് എപ്പോഴും മോദി നേടുന്ന ഒരു വിമർശനമായിരുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല, മാധ്യമങ്ങൾക്ക് ഒരു അവസരം നൽകുന്നില്ല ചോദിക്കാനും പറയാനും. കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ഒരു പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. അപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ വേണ്ടി അതിനെ മറികടക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മൻ കി ബാത്ത് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാം. നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് നിങ്ങൾ വേണ്ട, ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ആകാശവാണിയുടെ വ്യൂവേഴ്സ് അല്ലല്ലോ, അതിൻ്റെ പ്രേക്ഷകരുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം, സദ്ഗുണം. അതുകൊണ്ടാണ് ഇന്ന് AIR നിലനിൽക്കുന്നത്, മൻ കി ബാത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടെ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നന്ദി.